Marxism and Literature, paragraph number 5. First part talks about Trotsky regarding matters, the stance about Trotsky, that is continuing, but then it will shift to the discussion on Stalin also. അപ്പോൾ ഇതിൽ രണ്ടുപേരുടെയും കാര്യങ്ങളും അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഓൾമോസ്റ്റ് ഒരു സാർ ചക്രവർത്തിമാരുടെ കാര്യം പോലും ഈ ഒരു പാർട്ടിൽ വരുന്നുണ്ട്. Trotsky is ready to admit that one cannot always go by the principles of Marxism in deciding whether to accept or reject a work of art. Such a work should be judged in the first place by its own law, that is the law of art. ഏറ്റവും പിന്നെ വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. അതൊരു മാർക്സിസ്റ്റിന് ആർട്ടിനോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റാൻഡാണത്. അപ്പോൾ അത് ഒബ്വിയസ്ലി ബീയിങ് എ വെരി ഹൈലി ലിറ്റററി മാൻ, having a literary spirit of his own, Trotsky could hold that. അപ്പോൾ ആ വാല്യൂ എപ്പോഴും ട്രോട്സ്കി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്സിസം വെച്ചുകൊണ്ട് മാത്രം ഒരു വർക്കിനെ അക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അത് ശരിയല്ല എന്ന് തന്നെയാണ് അന്നും ട്രോട്സ്കി പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഗവൺമെൻറ് അറ്റംപ്റ്റിംഗ് ടു കൺട്രോൾ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, having a high literary and artistic movement, try to identify themselves with the movement. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾക്കത് അക്കസ്റ്റംഡ് ആവണമെന്നില്ല. അതായത് ഈ ഒരു ഗവൺമെൻറ് ലിറ്ററേച്ചറിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു രീതി അത് ഇന്ന് കാണാൻ പറ്റും. അതായത് പത്രധർമ്മങ്ങളിലൊക്കെ അല്ലെ പത്രത്തിൽ എന്ത് വരണമെന്ന് ചില പൊളിറ്റിക്സ് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഇന്ന് നമ്മൾ പോകുന്നത്. അതേസമയം ഒരു 10 years ബാക്ക് വരെ ഈ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഒന്നും പൊളിറ്റിക്സിന് ശരിക്കും അതൊരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ വരിക. അപ്പോൾ മാർക്സിസത്തിൽ എങ്ങനെയാണ് ആ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സ്റ്റാൻസ്, ഡിഫറെൻറ്റ് ടേക്ക് ഓഫ് ഡിഫറെൻറ്റ് റൂളേഴ്സ് ഓർ ഡിഫറെൻറ്റ് ഫോളോവേഴ്സ് ഓഫ് മാർക്സിസം. അവർ റൂളിംഗ് പൊസിഷനിൽ വരുമ്പോൾ അവരെടുക്കുന്ന സ്റ്റാൻഡ് കൊണ്ടാണ് ഈ രീതി വരുന്നത്. അപ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ ഒരു കൺട്രോളിങ് അതൊരിക്കലും ലിറ്ററേച്ചറിന് ഗുണം ചെയ്യില്ല. വെദർ ഇറ്റ് ഈസ് ഓൺ ദ പാർട്ട് ഓഫ് ഡിക്റ്റേറ്റേഴ്സ് ഓർ സം മാർക്സിസ്റ്റ് ഓർ സോഷ്യലിസ്റ്റ് ഓർ റവല്യൂഷണറീസ്. ഇൻ എനി കേസ് ദാറ്റ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ ദി ഈസ്തെറ്റിക്കലി അറേഞ്ച്ഡ് ആർട്ട്. ഈസ്തെറ്റിക്കിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആർട്ട് എന്നുള്ളൊരു ഭാഗത്ത് അതിന് എപ്പോഴായാലും തെറ്റായിരിക്കും. ബട്ട് റഷ്യ സിൻസ് ദ റവല്യൂഷൻ, അവിടെയാണ് ഇത് തുടങ്ങുന്നത്, ഹാസ് ഹാഡ് ദ ഹോൾ സീരീസ് ഓഫ് കൾച്ചറൽ ഗ്രൂപ്പ്സ് attempted to dominate literature. Mainly those cultural groups in Russia after the revolution, they attempted to dominate this art. എല്ലാ ഒരു കൾച്ചറൽ ഒരു ഫീൽഡ് മുഴുവനും ഇവർ ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ വിത്ത് ദ അതോറിറ്റി ഓഫ് ഗവൺമെൻറ് ആസ് വെൽ ആസ് വിത്തൗട്ട് ദ അതോറിറ്റി ഓഫ് ഗവൺമെൻറ്, രണ്ട് രീതിയിലും ഈ ഒരു അറ്റംപ്റ്റിംഗ് ടു ഡൊമിനേറ്റ് സീരീസ് ഓഫ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ദേ വർ ട്രൈങ് ടു ഈ ലിറ്ററേച്ചറിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിൽ എന്ത് ചെയ്യുകയാണ്, ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റംപ്റ്റ്സ് ആണ്. Even Trotsky in his official position, even in combating these tendencies, cannot avoid passing censor and pinning ribbons. Like the control, even when Trotsky wanted to free art of such judgments, he couldn't do that always. He couldn't stay away from passing censor. അതായത് ചില വർക്ക് ഓഫ് ആർട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ വെരി ഈസ്തെറ്റിക്കലി thinking man, he wanted to pass that work, he wanted to give all appreciation for such works, but sometimes because of his position, political position as well as his ruling position, എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ട്രോട്സ്കിക്ക് പോലും സ്വന്തം ചിന്താഗതികളോട് എപ്പോഴും ഒന്നും ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് കൺട്രോളിങ് ആൻഡ് ജഡ്ജിങ് ബൈ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്സിനെയാണ് ഒരു സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംടൈംസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാർക്സിസ്റ്റ് ആശയത്തിനെതിരെ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഈസ്തെറ്റിക് സ്റ്റാൻഡേർഡ് വെച്ച് അത് അത്രയും ഹൈലി ക്വാളിറ്റേറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് ട്രോട്സ്കി ആസ് എ ഹൈലി ഈസ്തെറ്റിക്കലി അട്രാക്റ്റഡ് മാൻ, ഹ്യൂമൻ ബീയിങ്, ഒരു ഭാഗം അങ്ങേയറ്റം അതായത് ഈക്വലി വെൽ ട്രോട്സ്കിക്ക് ആ ഭാഗവും വളരെ എന്താ പറയുക ക്വാളിറ്റേറ്റീവായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ ഒരിക്കലും തൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ വെച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ട്രോട്സ്കിക്ക് പോലും പലപ്പോഴും പറ്റാറില്ല. അതാണ് ഇവിടെ പാർട്ടി പൊളിറ്റിക്സ്, പാർട്ടി ഈസ് ദ അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ റവല്യൂഷൻ ടൈമിൽ. സോ ദാറ്റ് അഗെയിൻ these problems are occurring. So sympathies with the Soviet regime
used to assume that this state of affairs was inseparable from the realization of socialism. And great that the government takes so lively interest in culture. അതായത് സോവിയറ്റ് റഷ്യൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇത്തരത്തിൽ ഈ ആർട്ട് കൾച്ചറൽ മേഖലകളിൽ ഇടപെടുന്നതിനെ നല്ലതായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാതെ, ഓഫ് കോഴ്സ് അവരന്ന് എന്ന് പറഞ്ഞാൽ റവല്യൂഷനോടുള്ളൊരു സ്പിരിറ്റും ഉണ്ട്. ഒരു മെജോറിറ്റിയും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം തന്നെയും ഇത് നല്ലതാണ്, ഈ ഒരു കൺട്രോൾ ഓവർ ദി ആർട്ട് ആൻഡ് ദ സബ്ജക്റ്റ്, വാട്ട് എവർ തീം ദേ ക്യാൻ ചൂസ്, എല്ലാത്തിലും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും അതുപോലെ അവർ പറയുന്ന രീതിയിലേക്ക് ആർട്ടിനെ ചുരുക്കുന്ന അവസ്ഥയാണ്. ശരിക്കും എത്ര ഫ്രീഡം കിട്ടിയാൽ അതിൽ പിന്നെ ചുരുങ്ങൽ തന്നെയാണ്. യു ഹാവ് ടു റൈറ്റ് ദിസ് തീം, യു ഹാവ് ടു റൈറ്റ് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നിടത്ത് പിന്നെ അവിടെ ദർ ഇസ് നത്തിങ് കോൾഡ് ദ ആർട്ട് ഓർ ആർട്ടിസ്റ്റിക് വാല്യൂ ഓർ ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റി. ക്രിയേറ്റിവിറ്റിക്കൊന്നും അവിടെ പിന്നെ സ്ഥാനമില്ല. അവിടെയാണ് ട്രോട്സ്കി ബിലീവ്സ് ദാറ്റ് ദിസ് വ്യൂ വാസ് മിസ്റ്റേക്കൺ. ഇങ്ങനെ ഇതിൽ ഈ വ്യൂ ശരിക്കും മിസ്റ്റേക്കൺ ആണല്ലേ, അതിനെ പല രീതിയിൽ ഗവൺമെൻറ് അതിന് എത്രയോ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് പോരായ്മകളുണ്ടെന്ന് ട്രോട്സ്കി പറഞ്ഞിട്ടുണ്ട്. സോ സബ്സീക്വൻറ്റ് റഷ്യൻ റൂളേഴ്സ് ഓവർത്രോൺ ബൈ റഷ്യൻ റവല്യൂഷനാണ് ഈ ഒരു സാർ ചക്രവർത്തിമാർ. സാർ TSAR, സാർ ഭരണകൂടം, അതായത് അണ്ടർ ദി സാർ TSAR സാർ, imaginative literature in Russia played a role which was probably different from any role it had ever played in the life of any other nation. അപ്പോൾ ഇവരുടെ ഭരണകാലത്ത് റഷ്യൻ ലിറ്ററേച്ചർ ഏറ്റവും ഫ്ലറിഷ്, അതായത് ഇമാജിനേറ്റീവ് ലിറ്ററേച്ചറിന് ഇത്രയും ഇമ്പോർട്ടൻസ് പ്രൊമിനൻസ് കിട്ടിയൊരു കാലഘട്ടം ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ആ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ക്രിറ്റിസം പേഴ്സ്യൂഡ് ഡ്രിവൺ അണ്ടർഗ്രൗണ്ട് ബൈ ദ സെൻസർഷിപ്പ്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ റഷ്യൻ റവല്യൂഷൻ വരുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? സെൻസർഷിപ്പിലേക്ക് വരും. വാസ് ഫോഴ്സ്ഡ് ടു ഇൻകോർപ്പറേറ്റ് ഇറ്റ് സെൽഫ് ഇൻ ദ ഡ്രമാറ്റിക് ഇമേജറി ഓഫ് ഫിക്ഷൻ. സോ റീസൺ ഫോർ ദി ഗ്രേറ്റ്നെസ് ഡ്യൂറിങ് 19th century റഷ്യൻ തിയേറ്റർ, പുഷ്കിൻസ് ടൈം ടു ടോൾസ്റ്റോയ്സ്. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ആ ഡ്രമാറ്റിക് ഇമേജറി, ഇവർ അത്രയും ഗ്രേറ്റ് റൈറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഇവരുടെ ആ ഒരു സമയത്തൊന്നും ഇങ്ങനെയുള്ളൊരു കൺട്രോളൊന്നും ലിറ്ററേച്ചറിൻ്റെ മേലെ ഉണ്ടായിട്ടില്ല. സാർ ചക്രവർത്തിമാർ പിന്നെയാണ് വരുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ. അതായത് റവല്യൂഷനോടുകൂടി ലിറ്ററേച്ചർ, അതായത് ആർട്ടിനെ വെപ്പണായിട്ട് കാണാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആർട്ടിനെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിന് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ആർട്ടിൽ നമ്മൾക്ക് അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിന് നമ്മൾ പറയുന്ന ആശയങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ വന്നാൽ ദാറ്റ് വിൽ ബി റിസ്കി. സോ ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോൾ ദീസ് ക്രിയേറ്റീവ് മൈൻഡ്സ്. ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ആർ ടു ബി കൺട്രോൾഡ് എന്നുള്ള സ്റ്റാൻഡിലേക്ക് വരികയാണ്. പിന്നെ സ്റ്റോറീസ് ഓഫ് ടർഗനേവ്, TURGENEV, ടർഗനേവ് 19th centuryയിലുള്ള റൈറ്ററാണ്. അപ്പോൾ അവിടെ പറയുന്നത് എ സ്പോർട്സ്മാൻ സ്കെച്ചസ് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട് ഈ പറയുന്ന ആളുടെ. അപ്പോൾ കേപ്പബിൾ ഓഫ് എക്സൈറ്റിംഗ് ദ മോസ്റ്റ് പാഷനേറ്റ് കോൺട്രവേഴ്സീസ് ആക്ച്വലി ഹി വാസ്, ആൻഡ് ഡിസ്മിസൽ ഓഫ് ദി സെൻസർ. ഹി യൂസ്ഡ് ടു ഡിസ്മിസ് ദ സെൻസർ അഗെയിൻ വിത്ത് ദിസ്. അതുവരെയുള്ള എല്ലാ സെൻസേഴ്സിനെയും മറികടന്ന് ഇമാജിനേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരുപാട് റൈറ്റേഴ്സാണ് ഈ സാർ ഭരണകൂടത്തിൽ. ഒരാളായിട്ടാണ് ഇവരെ പറയുന്നത്. റഷ്യൻ റവല്യൂഷൻ 1917 ഓർമ്മിക്കുക. അതുവരെയും ഏകദേശം സാർ ഭരണകൂടത്തിൻ്റെ ഏറ്റവും നല്ല പിന്നെ ലിറ്ററേച്ചറിൻ്റെ പ്രൊമിനൻസ് പ്രകാരം ആ രീതിയിൽ പറയാം. സോ എവർ സിൻസ് ദ റവല്യൂഷൻ ഇൻ 1917 ലിറ്ററേച്ചർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ റഷ്യ റിമെയിൻഡ് ഇൻഎക്സ്ട്രിക്കബിൾ. ആണ് ഒരു ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് എന്നുള്ള രീതിയിലേക്കായി മാറാൻ തുടങ്ങി. ലിറ്ററേച്ചർ ആൻഡ് പൊളിറ്റിക്സ് ടു ഗോ സൈഡ് ബൈ സൈഡ്. ഒന്ന് മറ്റൊന്നിനെ കോൺട്രിബ്യൂട്ട് എന്ന രീതിയിലാവുമ്പോൾ തന്നെ ഒന്നിൻ്റെ കംപ്ലീറ്റ് ഫ്രീഡവും അതിൻ്റെ ക്വാളിറ്റിയും മറ്റതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റതിനെ മാത്രം ആ രീതിയിലേക്കാവും. പിന്നെ പറയുന്നത്, so after the revolution, intelligentsias themselves were in power in the altered situation and ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലിറ്ററേച്ചർ വിത്ത് പൊളിറ്റിക്സ്. അപ്പോൾ ഇൻ്റലിജൻഷ്യ ഈ ഏരിയയിലേക്ക്, പൊളിറ്റിക്സിൻ്റെ ഏരിയയിലേക്കൊക്കെ ഇൻ്റലിജൻഷ്യയും കടന്നു വരുമ്പോൾ പിന്നെ അവർ പറയുന്നതൊക്കെയും അതിൽ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആവും. അപ്പോൾ അവിടെ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലിറ്ററേച്ചർ വിത്ത് പൊളിറ്റിക്സ്, സോ ലയബിൾ ടു ടെറിബിൾ അബ്യൂസസ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിനെ അങ്ങേയറ്റം അബ്യൂസ്ഡ് ആവും. അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡിനൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, അതിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വരും. അതാണ് അവിടെ ഏറ്റവും. അല്ലെങ്കിൽ അബ്യൂസ് എന്ന കോണ്ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അബ്യൂസിങ് ലിറ്ററേച്ചർ മീൻസ് ഇറ്റ് ഈസ് അഗെയിൻ യൂസ്ഡ് ആസ് എ വെപ്പൺ. ദാറ്റ് ഈസ് അഗെയിൻ an abuse, another abuse, because that cannot be used as a weapon, or that should not be used as a weapon. Lenin, Trotsky, Gorky,
Lunacharsky, Lunacharski, Lunacharsky. So novelist, Soviet Minister of Education, they were. All these four worked sincerely to keep literature free. ലെനിനും ആക്ച്വലി സ്റ്റാലിനെ അപേക്ഷിച്ചിട്ട് പറയാച്ചാൽ ലെനിൻ ആസ് എ ഹ്യൂമൻ ബീങ് റിയലി ഗുഡ്. ഒരു പിന്നെ റവല്യൂഷണറി സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും ലെനിനും ലിറ്ററേച്ചറിനോട് മാക്സിമം കോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. പിന്നെ but they had at the same time from the years of the Tsardom a keen sense of the possibility of art as an instrument of propaganda. പക്ഷേങ്കിൽ ഈ സാർഡം മുതൽ തന്നെ വന്നാലും ഈ ഒരു പ്രൊപ്പഗാൻഡയുടെ ഒരു മെയിൻ ഇൻസ്ട്രുമെൻ്റ് ആക്കാൻ പറ്റിയതാണ് ആർട്ട് എന്നുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് 4 പേർക്കും ബോധ്യം ഉണ്ടായിരുന്നു. അല്ലാതെ അവർക്കത് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അവർക്ക് അതിനോടുള്ള ഒരു ലിറ്ററേച്ചറിനോട് ആ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റും താല്പര്യവും കൊണ്ട് ദേ വാണ്ടഡ് ടു keep those that free out of all these influences. പിന്നെ പക്ഷേ ലെനിൻ had a special interest in moving pictures in the propaganda point of view also. മൂവിങ് പിക്ചേഴ്സിന് കൂടുതൽ പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു ലെനിനറിയാം. അപ്പോൾ ഇനി ഈ 3 പേർക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കോളാം. ലെനിൻ ഡൈഡ്, ട്രോട്സ്കി വാസ് എക്സൈൽഡ്. ഒരു തരത്തിലുള്ള ഒരു വളരെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡെത്താണ്. ട്രോട്സ്കിയെ ഒരു കാണാതാവും, അങ്ങനെ എന്തൊക്കെയോ കുറേ മിസ്സിങ് അങ്ങനെയൊക്കെയാണ്. എന്ത് പറ്റിയെന്ന് പോലും അറിയാത്ത, ആദ്യം എക്സൈൽഡ് ആവുന്നുണ്ട്. സോ ഇതാണ് ലുനാചാർസ്കി ഡൈഡ്. അപ്പോൾ ഇവരോടൊക്കെ മരണങ്ങളാണ്, അതായത് പിന്നെ ഒരു അൺനാച്ചുറൽ ഡെത്ത് പോലും പറയത്തക്ക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാൽ പാർട്ടി പൊളിറ്റിക്സിനെതിരെ ആര് നിന്നാലും യു നോ ലോങ്ങർ വിൽ ബി ഏബിൾ ടു സർവൈവ് ഓൺ ദിസ് പ്ലെയിൻ എന്നുള്ള സ്റ്റാൻഡിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ദെൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാലിൻ. വി കം ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാലിൻ. An unliterary and uncultivated human being, man, depending more and more on the literature as a means of manipulating a people, a whole sector. He wanted to ഒരു whole people, ഒരു മോബിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ലിറ്ററേച്ചർ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ മോസ്റ്റ് illiterate before the revolution, who are actually a people, they are the most of them were illiterate before the revolution and could hardly be expected to be a criteria of what they read. അവർ വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അത്ര ലിറ്ററസി പോലും ഇല്ലാത്തൊരു വിഭാഗം. അങ്ങനെയാണ് അവരെയാണ് അവർ ക്രിട്ടിക്കലായിട്ട് അത് വിലയിരുത്താൻ അവർക്ക് പറ്റൂല. അവരൊക്കെയാണ് ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നത്. അതായത് ലിറ്ററേച്ചർ ഇപ്പോൾ അത് കൊണ്ടുവന്നിട്ട് സോഷ്യൽ റവല്യൂഷൻ അല്ലെ അത് പൊളിറ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യാം, അതിൽ കുറേ തീംസ് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ വെപ്പണായിട്ട് യൂസ് ചെയ്യുക, തൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസിന് വെപ്പണായിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഹി ട്രൈഡ് ടു. ആൻഡ് Maxim Gorky seemed to have exerted what influence he could in the direction of liberalism. അതിനിടയിൽ ഗോർക്കിയുടെ ഒക്കെ റോള് പറയുന്നതാണ് ദ ലിക്വിഡേഷൻ ഓഫ് RAPP, ദാറ്റ് ഈസ് റഷ്യൻ അസോസിയേഷൻ ഓഫ് പ്രൊലറ്ററിയേറ്റ് റൈറ്റേഴ്സ്. ഇങ്ങനെ ഒരു അസോസിയേഷനൊക്കെ തന്നെ വരികയാണ്. ലേറ്റസ്റ്റ് ഡിവൈസ് ഫോർ ദ മൊനോപ്പൊളി ഓഫ് കൾച്ചർ. ഇത് ശരിക്കും ഈ അസോസിയേഷൻ വളരെ ഇൻറ്റൻഷനലായിരുന്നു, വളരെ പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിരുന്നു. ഹി വാണ്ടഡ് ടു impose a kind of monopoly of culture and opening of the Soviet canon to best contemporary foreign writing and the ക്ലാസിക്സ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ റഷ്യൻ ആ ഒരു അന്നത്തെ എക്സ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റത്തിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാനൺ ഫോമിങ്ങിലൊക്കെയാണ് ഇവർ ശ്രദ്ധിച്ചത്. ബട്ട് ത്രൂ ദിസ് മെയ്ഡ് പോസിബിൾ മോർ ഫ്രീഡം ഓഫ് ഫോം ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് റീഡിങ് ആൻഡ് ഇറ്റ് കുഡ് നോട്ട് അണ്ടർ ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് സ്റ്റാലിൻ. പക്ഷെ ഒരു ഗുണം ഉണ്ടായത് ഒരു ഫോമിലൊക്കെ ഒരുപാട് റെവല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫ്രീഡം കിട്ടാൻ തുടങ്ങി. ഇത് സ്റ്റിമുലേറ്റ് ഓർ റിലീസ് എ ലിവിങ് ലിറ്ററേച്ചർ. ഒന്നുകിൽ അതായത് ഇതിലൂടെ ഇവരുദ്ദേശിക്കുന്നത് അതായത് ഒരു തരത്തിൽ പിന്നെ മോണോപ്പൊളൈസിങ് തന്നെയാണ്. പക്ഷേ സ്റ്റാലിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പിൽ ഇതൊന്നും ഈ ഒരു ഫ്രീഡം, അതായത് ഫോമിലുള്ള ഫ്രീഡം എങ്കിലും എന്നുള്ള അവസ്ഥയിൽ ആക്ച്വലി ദിസ് വാസ് ഹാപ്പണിങ് വേർ പൊളിറ്റിക്കൽ നൗ അടുത്ത പോയിൻ്റാണ് വേർ പൊളിറ്റിക്കൽ അപ്പോസിഷൻ വാസ് പോസിബിൾ ദർ വാസ് നോ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം. വേർ നോ പൊളിറ്റിക്കൽ അപ്പോസിഷൻ വാസ് പോസിബിൾ, അതായത് ദർ വാസ് നോ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം. അതാണ് പൊളിറ്റിക്കൽ അപ്പോസിഷൻ ഇല്ലാത്തടത്ത് പിന്നെ പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിന് ചാൻസ് ഇല്ലല്ലോ. അതായത് എവിടെയാണ് ക്രിറ്റിസിസം വരിക എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ പോസിബിൾ ആവുന്നിടത്താണ്. ഇവിടെ ഒപ്പോസ് ചെയ്യുന്നവരൊക്കെ കൊന്നൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ക്രിറ്റിസിസത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഡിനൈഡ് ഓഫ് എൻ ഇൻട്രാക്ഷൻ ഇൻ എ ക്ലാസ് റൂം,
then everything given by the faculty is taken for granted. അവിടെ ഇപ്പം at times if you are making a wrong pronunciation, അവിടെ ഒരാൾക്ക് മറ്റു കുട്ടികൾക്ക് അറിയാമെന്ന് വിചാരിക്കും, ദേ ക്യാൻ ഗിവ് യു ദ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ. പക്ഷെ അവിടെ മറ്റിടത്ത് എന്താണ്, ഇഫ് യു ആർ മ്യൂട്ടിങ് എവ്രി വൺ ആൻഡ് എവ്രി വൺ ഇസ് സപ്പോസ് ടു ലിസൺ. അപ്പോൾ അവിടെ അറിയുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അത് പറയാനും പോലും ചാൻസ് ഇല്ല. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷനാണ് ആക്ച്വലി. അപ്പോൾ അവിടെ ഒരാൾക്കും വേറൊരാൾക്കും വേറെ രീതിയിലുള്ളൊരു ശബ്ദങ്ങളും പോസിബിൾ അല്ല. ഓക്കെ, സോ ഇൻ റഷ്യ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് വൈറ്റലി ദ ഫേറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഇത്രയും സോഷ്യൽ മൈൻഡഡ് ആയിട്ടുള്ള റഷ്യൻ റൈറ്റേഴ്സിന് എന്ത് റിയാലിറ്റിയാണ് തോന്നുക എന്നുള്ളതാണ് അടുത്തത്. ഒരു ഫേറ്റ് ഓഫ് സൊസൈറ്റി ശരിക്കും അവർക്ക് എന്ന് പറഞ്ഞാൽ എവറി ടൈം ദേ ആർ സോഷ്യലി ഇൻവോൾവ്. പിന്നെ അവർക്ക് എന്താണ് ഒരു ഫ്രീഡം പ്യുവർലി ഈസ്തെറ്റിക് ഫ്രീഡത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു എസ്തെറ്റിക് ഫ്രീഡം എന്താണ് അവർക്ക് കൺസേൺ, ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഈസ്തെറ്റിക് ആർട്ടിനോട് എന്ത് കൺസേൺ ആണ് തോന്നുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ട്രാഷ്, ഡ്രമാറ്റൈസ്ഡ് എക്സംപ്ലിഫിക്കേഷൻസ് ഓഫ് ദി ലേറ്റസ്റ്റ് ഡയറക്റ്റീവ് ഓഫ് സ്റ്റാലിൻ. അതായത് ഒരു ട്രാഷാണ് ശരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ ഡ്രമാറ്റിക് എക്സംപ്ലിഫിക്കേഷൻസ് ആണ്. അതായത് പോസ്റ്റ് റവല്യൂഷണറി ഡ്രാമ തിയേറ്റർ വിത്ത് റിയൽ ഇമോഷൻ, മോറൽ കൺവിക്ഷൻ. അപ്പോൾ അതുവരെയും സ്റ്റാലിൻ്റെ ഇത്തരം ഡയറക്റ്റീവ്സ് റിപ്ലേസ് ചെയ്തു കളഞ്ഞു. അതായത് ഈ പറയുന്നൊരു പോസ്റ്റ് റവല്യൂഷണറി ഡ്രാമ തിയേറ്റർ വിത്ത് റിയൽ ഇമോഷൻ, മോറൽ കൺവിക്ഷൻ, അതിനെ വരെ അങ്ങനെയൊരു അങ്ങനെ എല്ലാ കോൺസെപ്റ്റും എന്തൊരു ഫ്രീഡം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏത് റെപ്രസെൻറ്റേഷനും ഒക്കെയും സ്റ്റാലിൻ്റെ ഈ ഡയറക്റ്റീവ്സ് വല്ലാതെ അത് റീപ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അത്രയും എല്ലാ മേഖലകളും കൺട്രോൾ ചെയ്യുക, തിങ്കിങ് വരെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അത് അത്രയും റൈറ്റേഴ്സ് പോലും ആ രീതിയിലേക്ക് മാറിയെന്നാണ്. ദെൻ ഷോസ്റ്റാക്കോവിച്ച്, SHOSTAKOVCH, ലീഡിങ് റഷ്യൻ കമ്പോസറാണ് ശരിക്കും, ഹു വാസ് forced to reform his musical style even by the official attacks on 1930s and 1948. ഇതാണ് ഇത്രയും ഈ ഒരു പിന്നെ ഇത് ഹം ചെയ്യാൻ പോലും കമ്മീസേഴ്സിന് അനുവാദം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു വിത്ഡ്രോയൽ ഫ്രം ദ ലിബറൽ പൊസിഷനാണ് ഇത് കാണിക്കുന്നത് ശരിക്കും, അല്ലേ? അതറിയാം നമുക്കൊരു അയാളുടെ ഒരു റഷ്യൻ കമ്പോസിഷൻ അതിലുള്ള ഹമ്മിങ് ടോണ് പോലും മാറ്റണം എന്ന് പറയും. അതാണ് ഡെത്ത് ഓഫ് ഗോർക്കി. നൗ വി വിൽ ലൈക്ക് ടു ഡിസ്കസ് ദി ഡെത്ത് ഓഫ് ഗോർക്കി. Imprisonment of Burkhain, Burkhain, Burkhain and Radek, RADEK, sentenced for treason during the purges of 1930s. പിന്നെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ എന്തൊക്കെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന അവസ്ഥകളാണ് ഇനി പറയുന്നത്. സി ഹാവ് റിമൂവ്ഡ് ഡെത്ത് ഓഫ് ഗോർക്കി, ഹാവ് റിമൂവ്ഡ് ദ ലാസ്റ്റ് ബ്രേക്കേഴ്സ് ഫ്രം precipitate descent in the artistic as well as political field. ഗോർക്കിയാണ് ഒരു തരത്തിൽ ഇതിനെ ഒരു ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഡെത്തോടുകൂടി അങ്ങനെ ആ ആർട്ടിസ്റ്റിക് മേഖലകളിൽ അഥവാല് തിങ്ക് ചെയ്യുന്ന എഗെയിൻസ്റ്റ് ഈ ഒരു മൊണോപ്പൊളൈസിങ്ങിന് എഗെയിൻസ്റ്റ് പറയുന്ന ആൾ അതും പോയി. പിന്നെ സ്റ്റാലിൻസ് ഡിക്റ്റേറ്റർഷിപ്പ് ഇറ്റ്സ് എ നൈറ്റ് മെയർ ഓഫ് ഇൻഫോമിങ് ആൻഡ് റിപ്രഷൻ. ഇറ്റ്സ് ലൈക്ക് ഒരു റിപ്രഷനാണ്. ഇറ്റ്സ് എ നൈറ്റ് മെയർ ലൈക്ക് റൂൾ സ്റ്റാലിൻ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്. അപ്പോൾ ഇതിന് ദ പ്രാക്ടീസ് ഓഫ് ഡെലിബറേറ്റ് ഫാൾസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. പിന്നെ അടുത്ത വരുന്നതാണ് ഏറ്റവും വേഴ്സ്റ്റ് കൈൻഡ്, അതായത് ഡെലിബറേറ്റ് ഫാൾസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ ഏറ്റവും ഹൈ കോളനൈസേഷൻ ആ ടൈമിലൊക്കെ കോളനൈസ്ഡ് ആൾക്കാർക്കെതിരെ, കോളനൈസ്ഡ് ലാൻഡ്സിനെതിരെ ചെയ്യുന്ന കാര്യമാണ്. അതുപോലും നടന്നു എന്നാണ് പറയുന്നത്. സോ ന്യൂ കോൺട്രാഡിക്ടറി വേർഷൻസ്, അതായത് ജനങ്ങൾ ഇതുവരെ കേട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് കൊണ്ടുവരിക ഓഫ് ദെയർ ഹിസ്റ്ററി, ദെയർ ഡ്യൂട്ടി, ക്യാരക്ടർ, കരിയർ ഓഫ് ദെയർ ലീഡേഴ്സ്. ഇങ്ങനെ ഇല്ലാത്ത കഥകൾ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക. The distortion of the history is again leading to erasure. സ്വയം സെൽഫ് ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യനിലേക്കൊക്കെയാണ് പോവുക, ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക്. അപ്പോൾ അതൊക്കെ ആ രീതിയിലേക്ക് വരികയാണ്. അതിനുവേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കുക, പാർട്ടി അജൻഡാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റിങ്സ്, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള രീതിയിൽ ആർട്ടിനെ വളച്ചൊടിക്കുക. ഓൾ ദീസ് തിങ്സ് ഹാഡ് ബീൻ ഹാപ്പണിങ്. കറപ്റ്റ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റലക്ച്വൽ ലൈഫ് ഗോട്ട് കറപ്റ്റഡ്. ആൻഡ് ടു തിങ്ക് ചെയ്യുന്നവരോ കൂടെ സൈലൻ്റായി ഇരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ പിന്നെ ഇത്തരം മാനിപ്പുലേഷൻസ് ഒക്കെ വിജയിക്കുക തന്നെ ചെയ്യുമല്ലോ. ആണ് അതിൽ ദ ഹിസ്റ്ററി ഗിവൺ ബൈ ഓർ ദ ഹിസ്റ്ററി ഗിവൺ ടു യു ദ മാസ്, യു പ്ലീസ് ഡോണ്ട്
ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. അതങ്ങനെയല്ലായിരുന്നു എന്ന് പറയാനുള്ള ആൾക്കാരൊക്കെ സൈലൻസ്ഡ് ആണ്. ദേ വർ സൈലൻസ്ഡ് ബിക്കോസ് ദേ വർ ത്രട്ടൻഡ്, ദർ ലൈഫ് വാസ് അണ്ടർ ത്രട്ട്. ആരെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രോട്സ്കിയുടെ ഒക്കെ അനുഭവം അവിടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ആരും അതിനെതിരെ സംസാരിക്കില്ല. സോ ദാറ്റ്സ് ഓൾ വിത്ത്. അവിടെയാണ് സ്റ്റാലിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ സ്റ്റാലിൻ ഈ പറയുന്ന ആർട്ടിന് മേലെ വെച്ച ഇമ്പാക്റ്റ് നമ്മൾക്കിപ്പം വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. Okay, so that's all with the paragraph 5 of Marxism and Literature by Edmund Wilson. Thank you.